നമ്മുടെ നാട്ടിൽ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ഭരണകൂടങ്ങളും അവർക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ ജയിലിലിടാൻ ശ്രമിച്ചിട്ടുണ്ട്, അവരെ പരമാവധി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മെനക്കെടുത്തിരിച്ചിട്ടുണ്ട്. ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇപ്പോൾ അദ്ദേഹം ഏകദേശം 100-120-130 ദിവസങ്ങളോളമായി ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തിന് ഇന്നും ജാമ്യം ലഭിച്ചില്ല എന്നുള്ള വിഷമകരമായ വാർത്തയാണ്. ആ അവസരത്തിലാണ് CBI അടക്കം ചെയ്യുന്ന വളരെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. നമസ്കാരം. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ, പ്രശസ്തനായ, ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ മഹത്തരമായ അണ്ണാ ഹസാരെ മൂവ്മെന്റിൽ നിന്ന് ഉയർന്നു വന്ന് ഡൽഹിയിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രിയങ്കരനായി മാറിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ടാകാം, എതിർക്കുന്നവരുണ്ടാകാം, അദ്ദേഹത്തിന്റെ ശൈലിയോട് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. പക്ഷേ അദ്ദേഹം എന്ന ചേഞ്ച് മേക്കർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തിപ്രഭാവം തന്നെയാണ്. കോൺഗ്രസിനെ അടക്കം BJP അടക്കമുള്ള മുഖ്യധാരാ പാർട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഡൽഹിയുടെ ഭരണം പിടിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എന്നും കൗതുകം തോന്നുന്നൊരു കാര്യമാണ്. രാഷ്ട്രീയത്തിൽ എൻട്രി ബാരിയേഴ്സ് ഇല്ലാതാക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ വന്നത്. മാർച്ച് 21, 2024 അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ED ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹി ലിക്വർ സ്കാം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ ചിരി വന്ന വേറൊന്നും കൊണ്ടല്ല. ഈ സ്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ഒരുപാട് കാലമായി പീഡിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു 2G സ്കാം വന്നത്. ഇന്ത്യയെ ഇളക്കി മറിച്ച സ്കാം ആയിരുന്നു. അത് അവസാനം വെറും പുകയായി ആവിയായി പോയത് കണ്ടു. അതിനുശേഷം 10 മെയ് 2024 മുതൽ ജൂൺ 1, 2024 വരെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഒരു ഇളവ് അനുവദിച്ചു. അതൊഴിച്ചുള്ള എല്ലാ സമയത്തും അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. 26 ജൂൺ, അതായത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് അടക്കമുള്ള വളരെ കടുപ്പമേറിയ സെക്ഷൻസ് ഉള്ള നിയമത്തിൽ നിന്നടക്കം സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ 26 ജൂണിന് അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും CBI അറസ്റ്റ് ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ വേട്ടയാടൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരേ സമാന സ്വഭാവമുള്ള കേസിൽ വ്യത്യസ്ത ഏജൻസികൾ വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത് വളരെ തികച്ചും ദൗർഭാഗ്യകരമാണ്. അപ്പോഴാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചകളിൽ CBIയുടെ നിലപാട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് സുപ്രീം കോടതിയിൽ CBI പറഞ്ഞൊരു കാര്യം, ബെയില് ഗ്രാന്റ് ചെയ്താൽ അത് ഹൈക്കോടതിയെ ഡീമോറലൈസ് ചെയ്യുമെന്നുള്ളതാണ്. ഇത്തരം ഉളുപ്പില്ലാത്ത വാദഗതികൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അവർക്ക് എത്ര നാണമില്ലായ്മയും നട്ടല്ലില്ലായ്മയും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. അതായത് അരവിന്ദ് കെജ്രിവാളിന് ബെയില് കൊടുക്കുകയാണെങ്കിൽ അത് ഹൈക്കോടതിയുടെ മൊറാലിനെ ഇല്ലാതാക്കും, ഡീമോറലൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവോ മെറ്റീരിയൽ എവിഡൻസോ കൃത്യമായ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ ഒന്നും പറയാനില്ല. പകരം നേരെ തിരിച്ച് ഹൈക്കോടതിയെ ഡീമോറലൈസ്ഡ് ആക്കുക. ഇതുപോലത്തുള്ള വാദഗതികളാണ് CBIയുടെ അഭിഭാഷകൻ പറഞ്ഞത്. സൂര്യകാന്ത്, ഉജ്വൽ ഭുയാൻ എന്ന 2 ജസ്റ്റിസുമാരുടെ ബെഞ്ചിലാണ്. ഉടനെ തന്നെ സുപ്രീം കോടതി തിരിച്ച് CBI അഭിഭാഷകനോട് പറയുകയും ചെയ്തു, അങ്ങനെ പറയരുത്, അത് ശരിയല്ല അങ്ങനെ പറയുന്നത്. ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെങ്കിലും ജയിലിലിടണം. ഹരിയാന ഇലക്ഷൻസ് വരികയാണ്, അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഡൽഹി ഇലക്ഷൻസ് വരികയാണ്. അരവിന്ദ് കെജ്രിവാളിനെ മോശക്കാരനായി ചിത്രീകരിക്കണം. അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ നേരിടണമെങ്കിൽ, ആരെങ്കിലും നേരിടണമെങ്കിൽ രാഷ്ട്രീയപരമായി നേരിടണം, ഡിബേറ്റിൽ നേരിടണം, സംവാദങ്ങൾ നേരിടണം, രാഷ്ട്രീയമോ പൊളിറ്റിക്സോ പറഞ്ഞ് നേരിടണം. ഈ രീതിയിൽ വേട്ടയാടുന്നത് മനുഷ്യത്വമില്ലായ്മയാണ്, നാണമില്ലായ്മയാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ നേരറിയാൻ CBIയിൽ നിന്ന് നേരും നെറിയുമില്ലാത്ത CBI എന്ന് ടൈറ്റിൽ വെച്ചതെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം ചെറിയ പ്രായത്തിൽ CBIയെ എത്രമാത്രം ആരാധനയോടെയാണ് കണ്ടിരുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് പണ്ട് മമ്മൂട്ടിയുടെ ഈ CBI സീരീസ് വന്നപ്പോൾ സേതുരാമയ്യർ CBI എന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ വരുന്നു, ലോക്കൽ പോലീസിന് തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നു. CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് ശ്രീ ജഗതി പറയുന്ന രംഗങ്ങളൊക്കെ രോമാഞ്ചത്തോടെ കണ്ടു നിന്നിട്ടുള്ള വ്യക്തികളാണ് ഞാനല്ല. നമ്മൾ വരുമ്പോൾ CBIയെ കുറിച്ച് ഇത്ര വലിയ പർവ്വതീകരിച്ച ഒരു വലിയ റൊമാൻറ്റിക് ഐഡിയ ഉണ്ടായിരുന്നു. CBI എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ തെളിയിക്കാൻ വരുന്ന ആരെയും തെറ്റുകാരെ കണ്ടുപിടിക്കുകയും പാവങ്ങളെ അല്ലെങ്കിൽ നിരപരാധികളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള റൊമാൻറ്റിക് ഒരു ഐഡിയ. ആ നേരറിയാൻ CBIയിൽ നിന്ന് നേരും നെറിയുമില്ലാത്ത CBIയിലേക്കും ഉളുപ്പില്ലാത്ത CBIയുടെ വാദഗതികളും കേൾക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വിഷമം തോന്നുന്നു, വേദന തോന്നും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിനടക്കം ഇനി ആരെ അങ്ങനെ അന്യായമായി ജയിലിലിട്ടാലും, രാഷ്ട്രീയ കാരണങ്ങൾ ജയിലിലിട്ടാലും അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടട്ടെ, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, അവരുടെ പൊതുമണ്ഡലം കുറെ കൂടെ ശക്തമായി ഇടപെടാൻ വരട്ടെ. അപ്പോൾ ഈ രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോസിക്യൂഷൻ, അത് ED ആണെങ്കിലും CBI ആണെങ്കിലും അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആണെങ്കിലും, ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷാറൂഖ് ഖാന്റെ മകനെ, റിയ ചക്രവർത്തിയെ, മുമ്പ് ശശി തരൂറിനെ അല്ലെങ്കിൽ നമ്പി നാരായണനെ, ഇപ്പോൾ ദേശീയ തലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ,
ഈ മനോഭാവം ഇന്ത്യക്കാർക്ക് മാറണം. അത് BJPക്കും കോൺഗ്രസിനും ആപ്പിനും കമ്മ്യൂണിസ്റ്റും ഒരു പാർട്ടിക്കും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പൊതുജനങ്ങൾ ഇത് ശക്തമായി റേസ് ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയമായി നേരിടണം. കള്ളക്കേസിൽ കുടുക്കി അവരെ നേരിടാൻ ഉള്ളൊരു മനോഭാവം ഇല്ലാതാകണം. അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.